പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറയുകയാണ്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നോക്കിക്കേ, രക്ഷകൻ വന്നു, കൃപയും സത്യവും കൊണ്ടുവന്നു പ്രമാണത്തിന് കീഴിലുള്ള മനുഷ്യനെ, പാപത്തിന്റെ കീഴിലുള്ള മനുഷ്യനെ രക്ഷിക്കാൻ. പക്ഷെ ഇപ്പോഴും ഒരു കൂട്ടം ആൾക്കാർക്ക്, അത് മതത്തിന്റെ കീഴിലുള്ള ആൾക്കാർക്ക്, ഈ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. സാത്താൻ, മനുഷ്യൻ, നിയമം അവരെ തടുക്കുന്നു. ആരാണ് പ്രശ്നക്കാരൻ? പഴയ മനുഷ്യൻ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരുത്തൻ നിങ്ങളുടെ അകത്തുണ്ട്. അവനാണ് തടസ്സം. പ്രവൃത്തിയിലൂടെ, ചെയ്യുന്നതിലൂടെ, സ്വയനീതിയിലൂടെ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരുത്തൻ നിങ്ങളുടെ അകത്തുണ്ട്. അവൻ പഴയ മനുഷ്യനാണ്. ക്രിസ്തുവിലേക്ക് വരണം, ക്രിസ്തുവിന് കീഴടങ്ങണം. എങ്കിലേ അവൻ മാറിപ്പോത്തുള്ളൂ, എങ്കിലേ പുതിയ മനുഷ്യൻ വെളിപ്പെടുകയുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് അധികാരം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. കയ്യിൽ മോതിരവിരലിൽ അധികാരത്തിന്റെ മോതിരം, കാലിൽ പുത്രത്വത്തിന്റെ ചെരുപ്പ്, നീതിയുടെ അങ്കി, ഇതെല്ലാം ധരിച്ച് പുത്രനെ പോലെ പുത്രനായിട്ട് വാഴണ്ടേ? നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം, പുത്രത്വം പ്രാപിക്കണം.